നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം, വയറും നിറയ്ക്കാം, മുഖവും മിനുക്കാം. എന്നാൽ ഒരു നെയ്യപ്പത്തിൽ എത്ര എണ്ണയാകാം എന്ന് ചോദിച്ചാൽ അംബാസിഡർ ബേക്കറിയിലെ നെയ്യപ്പത്തെ പോലെ ഇത്രയധികം എണ്ണയാകരുതെന്ന് മാത്രം. എന്താ ചേട്ടാ ഇവിടുത്തെ സംഭവം? 2 നെയ്യപ്പം കഴിച്ചു, 2 നെയ്യപ്പം കഴിച്ച് ഓർഡർ ചെയ്തു. ഈ ഹോട്ടലിൽ നിന്നോ? ഹോട്ടലിൽ നിന്ന് എണ്ണ എടുത്ത് തൊട്ടപ്പോ എണ്ണ കൊണ്ട് തൊടാൻ പറ്റത്തില്ല. ഞങ്ങൾ 2 പേരും അതിനെടുത്തു. അവൻ കുറച്ച് തിന്നു. ഞാൻ ഇങ്ങനെ പിഴിഞ്ഞ് കഴിച്ചപ്പോഴത്തേ അതിൽ നിന്നൊരു നല്ല പോലെ 2 പേർക്ക് തലത്തേക്കത്തക്കൊണ്ടാണ് എണ്ണ അതിൽ നിന്ന് പിഴിഞ്ഞ പാത്രത്തിൽ വെച്ച്. ഓക്കെ, ഇവിടെ നിന്ന് നെയ്യപ്പം വാങ്ങിച്ച 2 ഉണ്ട് ഉപയോഗം അല്ലേ? 2 ഉണ്ട് നെയ്യപ്പം മാറ്റാൻ. അതെ, പിന്നെ വീട്ടിൽ കൊണ്ട് കടുവ് ഇറങ്ങണമെങ്കിൽ വീട്ടിൽ കൊണ്ട് പിഴിഞ്ഞാൽ കടുവ് ഇറക്കാം. പരാതിയായിട്ട് പറഞ്ഞോ അവിടെ നെയ്യപ്പം? ഇത്രയും വരുമോ? ഒരു 50 മില്ലി വരുമോ? 50 മില്ലിമീറ്റർ ഒന്നും ആവത്തില്ല. അവരോട് പറഞ്ഞ അവര് പാവങ്ങൾ, അവര് തൊഴിലാളികൾ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ സംഭവിക്കുന്നത് അവർക്ക് മാത്രം അറിയത്തില്ല. ചിലപ്പോ ഇതിന്റെ ഓണർക്കും അറിയത്തില്ലായിരിക്കും ചിലപ്പോ ഇത്, അല്ലെങ്കിൽ അവരുടെ ഫോർമയിൽ തന്നെ ചെയ്യുന്നതാണ് പറഞ്ഞത്. എങ്ങനെ സംഭവിക്കുന്നത് മുതലാളിമാരെന്തല്ലേ ചെയ്യുന്നത്? തൊഴിലാളികളല്ലേ, മുതലാളിമാര് വാങ്ങിച്ചു കൊടുക്കാത്തില്ല. തൊഴിലാളികളിന്റെ എന്തോ ഇത് ചേരുവ കുറവുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഒന്ന് അരിക്കാത്ത ഉണ്ടാക്കേണ്ട നെയ്യപ്പം. അത് അരി മാത്രമല്ല, അതിനകത്ത് മിക്സിംഗ് ഉണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ അറിയാം. അത് മിക്സ് അറിയാൻ കഴിഞ്ഞാൽ ഈ പിന്നെ മൈദാമാവൊക്കെ ചേരുണ്ടെന്ന് തോന്നാനാണ്. അതുകൊണ്ടൊക്കെ ഇങ്ങനെ എണ്ണ പിടിക്കാതെ അടിക്കുമ്പോൾ എണ്ണ പിടിക്കത്തില്ല. മാത്രമല്ല, പൊന്നും വിലയുള്ള വെളിച്ചെണ്ണ വാങ്ങാൻ 500 രൂപ മുടക്കുന്ന പൂവർ മലയാളീസ് ഇവിടെ വന്ന് 10 രൂപ മുടക്കി ഒരു നെയ്യപ്പം വാങ്ങിയാൽ വീട്ടിൽ മീനും വറുക്കാം, പപ്പടവും കാച്ചാം എന്നാണ് അനുഭവ സാക്ഷ്യം.